ഈ ഞങ്ങളുടെ നാട്ടിൽ കോന്നിയൂർ രാധാകൃഷ്ണൻ എന്ന പേരിൽ ഒരുപാട് പേരുണ്ട്. കോന്നിയൂർ രാധാകൃഷ്ണൻ പേര്. ഒരാൾ അധ്യാപകനായിരുന്നു. കോന്നിയൂർ നരേന്ദ്രനാഥ് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ കോന്നിയൂർ നരേന്ദ്രനാഥ്, കോന്നിയൂർ വാസുണ്ട്. ഈ കോന്നിയൂർ രാധാകൃഷ്ണനും ഈ കോന്നിയൂർ രാധാകൃഷ്ണൻ ഒരാൾ അധ്യാപകനും ഇതുപോലെ ഈ അധ്യാപക സംഘടന പ്രവർത്തനം കോൺഗ്രസിൻ്റെ നേതാവൊക്കെ. വേറൊരു കോന്നിയൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം ഗാനരചയിതാവും കവിയും ഒക്കെ. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും പേര് ഒന്നാണല്ലോ. ഒരാൾക്ക് എന്തെങ്കിലും പുരസ്കാരം കിട്ടുമ്പോൾ നേരെ അടുത്ത ആളെ വിളിക്കും, അഭിനന്ദിക്കും. ഒരാളുടെ ഭാര്യ മരിച്ചപ്പോൾ മറ്റേ ആളെ വിളിച്ചിട്ട് അനുശോചനം അറിയിച്ചു, നിങ്ങളുടെ ഭാര്യ മരിച്ചതിൽ അനുശോചനം അറിയിക്കും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടുപേരെയും കൂടെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു കോന്നിയൂർ രാധാകൃഷ്ണൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കോന്നിയൂർ രാധാകൃഷ്ണൻ ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് സ്റ്റോറിയൊക്കെ അത് ഭയങ്കര രസമാണ്. അതിൽ ഈ കവിയായിട്ടുള്ള കോന്നിയൂർ രാധാകൃഷ്ണൻ പുരസ്കാരമൊക്കെ കിട്ടുമ്പോൾ ഈ അധ്യാപകനായിട്ടുള്ള കോന്നിയൂർ രാധാകൃഷ്ണൻ എന്നെ വിളിച്ചു, സാർ കവിത ഗംഭീരമായിരുന്നു, സാറിന് പുരസ്കാരം കിട്ടിയോ? അപ്പോൾ ഇദ്ദേഹം അതൊക്കെ അതിനെക്കുറിച്ച് എന്ത് പറയാനാ എന്ന് പറയും. അപ്പോൾ ഇത് കാരണം ഇവർ രണ്ടുപേരും തിരിച്ചറിയാൻ വലിയ. തിരുവനന്തപുരത്ത് ഒരു കാലത്ത് ഇതുപോലെ വേറെ തമാശ സംഭവം ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. ഈ സമുദായ എഴുത്തുകാരൻ പത്മരാജൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹം ആണല്ലോ ജീവിച്ചിരുന്നത്, പൂജപ്പുരയാണല്ലോ. അപ്പോൾ അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നു CV പത്മരാജനായിരുന്നു. അപ്പോൾ അന്ന് മൊബൈൽ ഉള്ള കാലമല്ല, ലാൻഡ് ഫോണാണ്. രണ്ടുപേരുടെ വീട്ടിൽ മാറി മാറി വരുന്നത്. സംവിധാന പത്മരാജൻ വിളിക്കുന്നത്, ഹലോ എന്ന് പറയുമ്പോൾ, സാറേ ഇന്ന് വൈകുന്നേരത്തിൽ നമ്മളെ മീറ്റിംഗ് സാർ പ്രസംഗിക്കാൻ പറ്റില്ലെന്ന് മറ്റേ കാണുന്ന പറഞ്ഞ ആദ്യമായിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. അത് നേരെ തിരിച്ച് ഇദ്ദേഹത്തെ വിളിക്കും, KPCC പ്രസിഡന്റിനെ വിളിച്ചിട്ട് സാറേ അപ്പം അഭിനയിക്കാൻ നമുക്കൊരു ചാൻസ് തരണം സാറേ, അഭിനയ മോഹികൾ ഒരു വശത്തിലാണ് വിളിക്കുന്നത്. ഭയങ്കര കോമഡി ആയിരുന്നു അന്നത്തെ കാലത്ത്, മൊബൈലില്ലല്ലോ. ഈ കോന്നിയൂർ രാധാകൃഷ്ണൻ അപ്പോൾ അവസാനം ഇവർ രണ്ടുപേരും മരിച്ചുപോയി, 2 കോന്നിയൂർ രാധാകൃഷ്ണന്മാർ മരിച്ചുപോയി. അപ്പോൾ അവസാനം ഈ പേരിൻ്റെ പേറ്റന്റ് സ്ഥാപിക്കാൻ വേണ്ടി ഈ കവിയും ഗാനരചിതമായിട്ടൊക്കെയുള്ള കോന്നിയൂർ രാധാകൃഷ്ണൻ കേരളാവധി പത്രത്തിൽ ഒരു സപ്ലിമെന്റ് തന്നെ ഇറക്കി, ഞാനാണ് യഥാർത്ഥ കോന്നിയൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. ഇവർ തമ്മിൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ കവിക്ക് കിട്ടുന്ന അംഗീകാരത്തിന്റെ അഭിനന്ദനം മുഴുവൻ അധ്യാപകനെ തേടിയെത്തും. അധ്യാപകൻ അത് 2 കൈ നീട്ടി സ്വീകരിച്ചിട്ട് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് സലീം കുമാർ പറഞ്ഞ പോലെയൊക്കെ പിടിക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വലിയ തമാശ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മെയ് 15 ഇറങ്ങിയ PSC ബുള്ളറ്റിൻ, ഉദ്യോഗാർത്ഥികൾക്ക് ഇറക്കിയ PSC ബുള്ളറ്റിൻ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാരെല്ലാവരും നിർബന്ധമായി വാങ്ങിച്ച് വായിക്കുന്ന. അതിൻ്റെ ജനറൽ നോളജ് വിഭാഗത്തിൽ 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡിനെ കുറിച്ച് ഒരു ഇത് വന്നിട്ടുണ്ട്, അവാർഡ് കിട്ടിയവരെ കുറിച്ച്. അതിനകത്ത് ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് രാജേഷ് തില്ലങ്കരി എന്നാണ് പേര്. റൈറ്റർ ആയിരുന്നു, മാധ്യമപ്രവർത്തന, സീരിയലൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പം ഈ രാജേഷ് തില്ലങ്കരിയുടെ പേരും പടം നമ്മുടെ ഷുഗൈബ് വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആകാശ് തില്ലങ്കരി. ഇത് ഇത്രയും ദിവസമായിട്ടും ആരും അറിഞ്ഞിട്ടില്ല, ഇന്നാണ് ഇത് വിവാദമാണ്. അപ്പോൾ ഇതിനോടകം 2 ലക്കം കൂടി പുറത്തിറങ്ങി. ഇതിന് ശേഷം ഇത് തിരിച്ചറിഞ്ഞ് ആദ്യമേ ഇന്ന് ഏതോ ആൾക്കാരെടുത്ത് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്, താഴെ കിടക്കുന്നു രാജേഷ് തില്ലങ്കരിയുടെ പേര്, പടം ആകാശ് തില്ലങ്കരി. ആകാശ് തില്ലങ്കരി വലിയ ഗുണ്ടയാണ്, കേസിലെ പ്രതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണ്ടാ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പടം വെച്ചിരിക്കും. ഇത് കണ്ടിട്ട് ഇത് വലിയ വാർത്തയായതോടെ ആകാശ് തില്ലങ്കരി എന്ത് ചെയ്തു, യഥാർത്ഥ രാജേഷ് തില്ലങ്കരിയുടെ പടം വെച്ചിട്ട് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ രാജേഷ് തില്ലങ്കരിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് ആകാശ് തില്ലങ്കരി ഒരു പോസ്റ്റ്. അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് വത്സൻ തില്ലങ്കരിയുടെ പടം എന്തുകൊണ്ട് വെച്ചില്ല. അപ്പോൾ അവിടുത്തെ അന്തം കമ്മികൾ ആരോ എടുത്ത് മനഃപൂർവ്വം ആകാശ് തില്ലങ്കരിയുടെ പടം വെച്ചാണ് എന്തുകൊണ്ട് വത്സൻ തില്ലങ്കരിയുടെ പടം വെച്ചില്ല. അപ്പം എന്ന് പറഞ്ഞ പോലെ എന്താണെങ്കിലും ഈ പേരിലെ സാമ്യവും ഇത് ശരിക്കും എന്താ പറ്റുന്നതെന്നറിയോ, ഇത് നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട്. നമ്മളിപ്പം സ്റ്റോറികൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പടം ലഭിക്കാത്തതിന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസാണ് സെർച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസ്, നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഞങ്ങളിപ്പോൾ ഏറത്ത് പഞ്ചായത്ത് ഓഫീസ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ ഈ പടം കാണത്തില്ല, ഈ ഏറത്ത് പഞ്ചായത്ത് ഓഫീസിൻ്റെ പടം ഗൂഗിളിൽ കാണത്തില്ല. അപ്പം ഇതേ പേരിനോട് സാമ്യമുള്ള വേറെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ പടം, പഞ്ചായത്ത് ഓഫീസില്ല ഏറത്ത്. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മളിതറിയാതെ ഇതെടുത്ത് ഫിറ്റ്. പിന്നെ ആയിരിക്കും നമ്മൾ ഇതിന്റെ ബോർഡൊക്കെ വായിക്കുമ്പോൾ ഇത് വേറെ പഞ്ചായത്താണല്ലോ. ജനീഷ് കുമാറും, അതെ, നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റർ ഏതായാലും നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താൻ പറ്റുമോ. OJ ജനീഷ് മന്ത്രിയായപ്പോൾ KU ജനീഷ് കുമാറിന്റെ പടം എടുത്ത് വെക്കേണ്ടി വന്നു. ജനീഷ് എന്ന് മാത്രം നമ്മൾ തമ്പനയിലിട്ടതാണ് കുഴപ്പമായത്. അപ്പം ഈ പറഞ്ഞത് ഓർത്തോണം, PSC എന്ന് പറയുന്ന
ഒരു ഏറ്റവും ഓഥന്റിക് അല്ല, സർക്കാർ ആധികാരികമായ നിയമനം നടത്തുന്ന സ്ഥാപനം. ഈ PSC ബുള്ളറ്റിനിൽ ഒരു കാരണവശാലും തെറ്റ് വരാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇതിന് പഠിക്കുന്ന ജനറൽ നോളജ് സെക്ഷനാണ് സംഭവിച്ചത്. ഇതാണ് ഇത്. പിന്നെ പടമായതുകൊണ്ടുള്ള ഒരു ഗുണമുണ്ട്. ഏതായാലും പേര് മാറാഞ്ഞത് ഭാഗ്യം. ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത് ആകാശ് തില്ലങ്കരി. എങ്ങനെയുണ്ട്? ഗംഭീരമായിരിക്കും അല്ലേ? അപ്പം എന്തായാലും ഈ രാജേഷ് തില്ലങ്കരിയുടെ പേരിന് മുകളിൽ ആകാശ് തില്ലങ്കരിയുടെ പടം എടുത്തു വെച്ചു. ഈ മലയാള സിനിമയിൽ പണ്ട് 2 GK പിള്ള ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ കൊല്ലം GK പിള്ള, അത് തമാശ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം അദ്ദേഹം KSRTCയുടെ ജീവനക്കാർ കണ്ടക്ടർ എന്തോ ആയിരുന്ന ആളാണ് അദ്ദേഹം, ഈ കൊല്ലം GK പിള്ള. മറ്റേ GK പിള്ള നമുക്കറിയാം, അദ്ദേഹം ആദ്യകാലങ്ങളിലെ മലയാള സിനിമയിലെ 1950 ശബ്ദവും ഗാംഭീര്യമൊക്കെ ഉള്ള വില്ലനും സ്വഭാവ നടനും അച്ഛനും എല്ലാ ക്യാരക്ടറും ചെയ്യുമായിരുന്ന ചെറിയ കീഴുകാരൻ പ്രൈം മിനിസ്റ്റർ ജയന്തി എന്ന് വിളിക്കുന്ന അത് തന്നെ. അദ്ദേഹം വളരെ ഉറച്ച ശബ്ദമൊക്കെ അതാണ്. പലപ്പോഴും പലർക്കും ഇത് മാറിപ്പോകണമെന്ന് പറഞ്ഞു കേട്ടുണ്ട് ഈ പേരുകൾ തമ്മിൽ. ആ GK പിള്ള പടം മാറിപ്പോവും. 2 GK പിള്ളമാരാണല്ലോ. അതാണ് ഒന്ന് വല്ല GK പിള്ള പറയുന്നത് അദ്ദേഹം ചെറിയ കീഴുകാരനാണ്. ഇതുപോലെ ഈ പേരുകളുടെ സാമ്യം കാരണം പടങ്ങൾ മാറാനുള്ള സാധ്യത വളരെ അധികം. മാധ്യമ സ്ഥാപനങ്ങളിൽ നമ്മൾ 100 കഥയാണ് അങ്ങനെയാണെങ്കിൽ പറയാൻ ഒരുപാട്. പക്ഷേ PSC പോലുള്ള സ്ഥാപനത്തിൽ ഒരിക്കലും മാധ്യമ സ്ഥാപനങ്ങളിൽ ഇത് സ്ഥിരമായിട്ട് സംഭവിക്കാറുള്ള ഇത് ഈ കഴിഞ്ഞിടയ്ക്ക് മാതൃഭൂമിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. പീഡനക്കേസ് പ്രതിയുടെയും സർവീസിൽ പ്രൊമോഷൻ കിട്ടുക പിന്നെ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന്റെയും പടങ്ങൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ പേരൊന്നായിരുന്നു, പടം മാറിപ്പോയി. ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ചരമ പേജിൽ പടം മാറും. അതായത് ലോക്കൽ പേജിലേക്ക് ഈ രാഷ്ട്രീയ നേതാക്കളുടെ പടം വരും. ചരമ പേജിലേക്ക് ഇതേ പേരുള്ള ആരെങ്കിലും മരിക്കും. നമ്മൾ രണ്ടുപേരുടെ ചരമ പേജാണെങ്കിൽ നമ്മൾ അതിന് ഈ പടം വായിക്കുമ്പോൾ പടം സേവ് ചെയ്യുമ്പോൾ നമ്മൾ CH ഇന്നയാൾ എന്ന് എഴുതി വിടും. ഇനിയിപ്പോൾ ലോക്കൽ പേജിലേക്കുള്ളതാണെങ്കിൽ ആ പേര് അതുപോലെ തന്നെ അടിച്ച് ഫയൽ സേവ് ചെയ്ത് വിടും, ഈ പടം സേവ് ചെയ്ത് വിടും. അത് നമ്മുടെ രീതി അങ്ങനെയാണ് ഞങ്ങളുടെ പത്രസ്ഥാപനം. മറ്റുള്ളത് ഓരോരുത്തർക്ക് ചിലയിടത്തൊക്കെ കോഡാണ്, അതവിടെ ഡീകോഡ് ചെയ്ത് അങ്ങനെയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണ ഒരു സദാനന്ദൻ 2 പേരുടെയും പേര് വന്നു. അവസാനം JSSന്റെ നേതാവായിരുന്ന NN സദാനന്ദൻ എന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പടം മരിച്ച സദാനന്ദൻ്റെ സ്ഥലത്ത്. അപ്പോൾ വലിയ വിഷയമായി. അദ്ദേഹം നമ്മുടെ വരിക്കാരനാണ്. രാവിലെ പുള്ളി പത്രം എടുത്ത് നോക്കുമ്പോൾ ആ പുള്ളി തിരിച്ചുകൊണ്ടിരിക്കുന്നു ചരമക്കോളത്തിൽ. ഭയങ്കര ബഹളമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് ഷെയ്ൻ സദാനന്ദ്. നമുക്കിവിടെ പിന്നെ ഇതൊക്കെ നേരത്തെ കുറച്ച് നാൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ഞങ്ങളുടെ അച്ഛൻ പുള്ളിയുടെ ചരമവാർത്ത വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്, എളുപ്പം വിളിച്ച് കാലെ പിടിച്ചോ അല്ലെ പുള്ളി പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ പിന്നെ അദ്ദേഹത്തെ വിളിച്ച് സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തു, കയ്യും കാലും പിടിച്ചു. അവസാനം ഞാൻ പറഞ്ഞു അടുത്ത ദിവസം തിരുത്തി കൊടുക്കാം. അല്ല അത് വേണ്ട, യഥാർത്ഥ പടവും കൊടുത്താൽ മതി, എൻ്റെ പേരും കൊടുത്ത് ഞാൻ ഇന്ന ആളായെന്നും പറഞ്ഞ് കൊടുത്താൽ മതി. ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ ചരമക്കോളത്തിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ജീവിച്ചിരിക്കും. പണ്ടൊരു പ്രമുഖ പത്രസ്ഥാപനത്തിൽ TV ചാനൽ വരുന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ട്, ഈ ശബരിമലയിലെ തിരുവാഭരണ ഘോഷയാത്ര വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ചിത്രം എടുത്ത് അന്ന് ഇന്നത്തെ പോലെ സംവിധാനം ഡിജിറ്റലൊന്നും അല്ലല്ലോ സാധാരണ, എന്തോ ഫോട്ടോയ്ക്ക് അപകടം സംഭവിച്ചു, ഫോട്ടോ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ അന്നും നിർബന്ധമായി ഇത് കൊടുക്കില്ല, എല്ലാവരും ഇന്നും കൊടുക്കുന്നതല്ലേ തിരുവാഭരണ. അപ്പം ആ പത്രസ്ഥാപനത്തിൽ 2-3 വർഷം, അപ്പോൾ അവരെ 2-3 വർഷം മുമ്പുള്ള ഒരു സംഗതിയാണല്ലോ, ഇതെടുത്തങ്ങ് ഇട്ടുന്നാണ്. പിറ്റേന്ന് രാവിലെ ഒരു സ്ത്രീ വിളിക്കുകയാണ്, എൻ്റെ ഭർത്താവ് കേരള പോലീസിൽ SI ആയിരുന്നു, അദ്ദേഹം സർവീസ് ചെയ്തിരുന്നു, മരിച്ചു കഴിഞ്ഞ വർഷം. പക്ഷെ അദ്ദേഹം ഇന്നലെ ശബരിമല ഈ തിരുവാഭരണ ഘോഷയാത്ര കൂടെ നിൽക്കുന്നതായിട്ട് ഇത് കാണുന്നു. ഇതെന്താ സംഭവിച്ചത്? അവർ ആകെ അപ്സെറ്റാണ്. അവസാനം പിന്നെ സംസ്ഥാപരാധം പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കേസുകെട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനഃപൂർവ്വം പണി കൊടുത്തവർക്കും ഉണ്ട്. നമ്മൾ പത്രസ്ഥാപനങ്ങളിൽ വന്ന് സ്ഥിരമായിട്ട് വാർത്ത ഓസുന്നവർക്ക് ചെറിയ ട്രിക്ക് വെച്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. അതൊക്കെ അവസാനം അവരുടെ പത്രത്തിൽ അടിച്ചു വരും. അന്നേരമാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ അങ്ങനെയുള്ള സംഭവങ്ങൾ പ്രത്യേക വിങ് കാണുമായിരിക്കും. എഡിറ്റോറിയൽ വിങ് ഉണ്ട്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് പേജിനേഷൻ ചെയ്യുന്ന ആളുണ്ടല്ലോ, പേജ് ചെയ്യുന്ന ആള്, ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന യുവാക്കൾക്ക് നമ്മൾ പേര് പറഞ്ഞു കൊടുക്കും, അല്ലെ ചിലപ്പം ചേട്ടാ ഇതാണോ എന്ന് അവർ ചോദിച്ചിട്ട് നമ്മുടെ എടുത്ത് വെക്കും. ഇത് കൈ കട്ടി അവൻ ചിലപ്പോൾ അവനറിയാവുന്ന രാജേഷ് തില്ലങ്കരിയല്ല, വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ആകാശ് തില്ലങ്കരിയാണ്. അപ്പോൾ ആകാശ് തില്ലങ്കരിയിൽ നിന്ന് അടിച്ച് പടം അവൻ നോക്കി എടുത്ത് അങ്ങ് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത എന്നുള്ളതാണ്. നമ്മുടെ എന്താണെങ്കിലും ശരി, ഒരു വലിയ കോമഡിക്കൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ഗുരുതരമായൊരു തെറ്റ് എന്ന് നമുക്ക് പറയാം. കാരണം ആ പേരൂടെ മാറിപ്പോയിരുന്നെങ്കിൽ ഇത്രയും നാളെ കണ്ടുപിടിച്ചത് 2 ലക്കം കൂടി ഒരു ഖേദപ്രകടനം പോലും വന്നിട്ടില്ല. ജൂണിൽ 2 ലക്കം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. മെയ് 15 ലക്കത്തിലായിരുന്നു. അപ്പോൾ ഇറങ്ങിയിട്ട് ഒരു മാസം മുമ്പുള്ളതാണ്. ചിലപ്പോൾ ആകാശ് തില്ലങ്കരി ഇത് കണ്ടു കാണുമായിരിക്കും.
ഭാവിയിൽ വല്ല ടെസ്റ്റൊക്കെ എഴുതാന്ന് വിചാരിച്ച് വാങ്ങിച്ച് തുറന്നു നോക്കുമ്പോൾ സ്വന്തം ഫോട്ടോ കൊണ്ട് എന്തായാലും നിങ്ങൾ ഈ രാജേഷ് തില്ലങ്കരി എന്ന പേരിന് മുകളിൽ ആകാശ് തില്ലങ്കരിയുടെ പടം വെച്ചപ്പോൾ വത്സൻ തില്ലങ്കരി ഒഴിവാക്കിയത് തീർത്തും വളരെ മോശമായി.